ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു കുർത്തിയുടെ റൗണ്ട് കോളർ നെക്കും അതിൻ്റെ കൂടെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പോട്ട്ലി ബട്ടൺസും വെച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കുർത്തി കട്ട് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കും. ഈ ഒരു കുർത്തിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാനിതിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു കുർത്തിയുടെ ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാളും 1 ഇഞ്ച് മേലോട്ടേക്ക് എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് 4 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ബോക്സ് പോലെ വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3.25 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വിഡ്ത്തും 3.25 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു കുർത്തിയുടെ ലെങ്ത്ത് 48 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. തയ്യൽ തുമ്പും ചേർത്ത് 49.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് ഇവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ 42 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം 21 ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഒരു പ്ലാക്കറ്റ് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ഇടയിലാണ് പോട്ട്ലി ബട്ടൺസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ബാക്ക് പീസിലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് പീസിൽ ആം ഹോൾ കർവ് അരയിഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പിന് അരയിഞ്ച് ഒരു സ്ലോപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള പ്ലാക്കറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 4 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു യു ഷേപ്പിലുള്ളത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴേക്ക് ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം അവിടെ വരെ നമുക്ക് ഈ ഒരു വി ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ താഴേക്കായിട്ട് 8 ഇഞ്ച് ലെങ്ത്ത് ടോട്ടൽ ആ ഒരു യു ഷേപ്പിൽ നിന്നും താഴേക്ക് 8 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. 3 ഇഞ്ച് വരെ വി ഷേപ്പിൽ, അത് കഴിഞ്ഞ് താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യു ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയും 2 സൈഡ് വശത്തുമായിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പേപ്പർ ക്യാൻവാസ് ഒരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് 4 വശവും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ മേലോട്ടേക്കൊരു കുറച്ച് ഭാഗം വിട്ടിട്ട് അതിൻ്റെ താഴോട്ടേക്കായിട്ടാണ് ഈ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വി ഷേപ്പിൻ്റെ വിഡ്ത്ത് മേൽഭാഗത്ത് 1/2 ഇഞ്ചാണ്. അവിടെ നിന്നും താഴേക്ക് 3 ഇഞ്ച് ലെങ്ത്ത് വരെയാണ് വി ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അവിടെ നിന്നും താഴേക്ക് ഒരു 5 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ വി ഷേപ്പിൽ നിന്നും താഴേക്ക് ടോട്ടലായിട്ട് 8 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡ് വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സെൻട്രൽ ഭാഗം കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി ഇടുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇനി ഈ കുർത്തിയുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഈ ഒരു ക്യാൻവാസ് വെച്ച് കൊടുക്കാം. ഈ ഒരു നെക്കിൻ്റെ സെൻട്രൽ ഭാഗവും ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻട്രൽ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത ശേഷം ഇതുവഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ കട്ട് ചെയ്ത ശേഷം ഇനി ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി എടുത്തൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്കിൻ്റെ സൈഡ് വഴി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അവിടെ നിന്നും താഴെ വരെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഭാഗം ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് ഇതിൻ്റെ അടിവശത്ത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അവിടെ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വി ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് പോട്ട്ലി ബട്ടൺസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ, അതായത് ആ വി ഷേപ്പ് കഴിഞ്ഞ ഭാഗത്തേക്കുള്ള സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ പോട്ട്ലി ബട്ടൺസ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസിൽ തന്നെ എടുത്തിട്ട് മിക്സായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ആ ഒരു മെറ്റീരിയലിലുള്ള വർക്കിൻ്റെ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോട്ട്ലി ബട്ടൺസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മിക്സായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്ത് ഈ ഒരു പീസ് ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കോളറിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൽ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തുണി ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരുന്നത്. അതുകൊണ്ട് ഈ ഒരു സെൻട്രൽ ഭാഗം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തേക്കല്ല വരിക. ആം ഹോൾ കർവ് നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ തുണി വെച്ച് കൊടുത്തിട്ട് എവിടെയാണോ സെൻട്രൽ ഭാഗം വരുന്നത് അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആം ഹോൾ കർവിൻ്റെ ഭാഗത്ത് 2 ടക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൽ നിന്നും താഴേക്ക് 6 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ടക്സ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിരുന്നത്. ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആം ഹോൾ കർവിൻ്റെ ഭാഗത്ത് വരുന്ന ചുളിവുകൾ നമുക്ക് ഒഴിവായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ കോളർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇതേപോലെ രണ്ടായിട്ട് നമ്മുടെ കുർത്തി ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ റൗണ്ടിൽ ടേപ്പ് പിടിച്ചു കൊടുത്തിട്ട് എത്രയാണോ അളവ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് റൗണ്ട് എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഈ ഒരു ക്യാൻവാസിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് ഈ ഒരു റൗണ്ട് കോളർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ക്യാൻവാസിൻ്റെ വീതി 5 ഇഞ്ച് മതി. ഞാനിവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3.5 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 6.5 ഇഞ്ചിൽ ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും താഴോട്ടാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 3.25 ഞാനൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു യു ഷേപ്പിലാണ് വരച്ചെടുക്കേണ്ടത്. ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചെടുക്കാം. ഒരു കോളറിൻ്റെ വീതി ഞാൻ 3/4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചെടുത്തിരിക്കുന്നതിൻ്റെ പുറത്തെ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ 3/4 ഇഞ്ചിൽ അതിന് ചുറ്റിനും ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം വരച്ചെടുക്കാം. ഇനി കോളറിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി കോളറിൻ്റെ ഈ ഒരു എൻഡിൽ ഇതേപോലെ ഒരു കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസ് നമുക്ക് ആ ഒരു തുണിയിൽ തന്നെ അയൺ ചെയ്തെടുക്കണം. ഇതേപോലെ 2 പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു 1/4 ഇഞ്ച് ഭാഗം ഇതേപോലെ കവർ ചെയ്തിട്ട് ക്യാൻവാസ് ഇതേപോലെ കവർ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിലധികം സ്റ്റിച്ച് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് ആ ഒരു കോളറിൻ്റെ റൗണ്ടിൽ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ടിൽ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് തിരിച്ചിടാം. ഇതേപോലെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം അയൺ ചെയ്തെടുക്കാം. ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുർത്തിയുടെ നെക്കിൻ്റെ സൈഡിൽ ഈ ഒരു കോളർ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ ഒരു ബാക്ക് നെക്കിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കോളറിൻ്റെ സെൻട്രൽ ഭാഗവും ബാക്ക് പീസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സെൻട്രൽ പോർഷനിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കോളറിൽ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്ത ഭാഗം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മറ്റേ ഭാഗമാണ് ഇതേപോലെ നെക്കിന് ചേർത്തിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോളർ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഭാഗം നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തെടുത്തിട്ട് നെക്കിൻ്റെ ചുറ്റിലും വലിച്ചു പിടിക്കാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരികു വശത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ്സാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. 2 ഭാഗത്തും സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ബോഡിയുടെ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതൊരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ്. അപ്പോൾ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുന്നേയുള്ള 2-3 വീഡിയോയിൽ ഞാൻ നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് അതന്നെ കാണിക്കാത്തത്. ഈ ഒരു സ്ലീവ്സിൻ്റെ അടിവശത്തായിട്ട് ഇതേ പീസ് തന്നെ ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ആ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ബട്ടൺ ടാബും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഞാനൊരു നേവി ബ്ലൂ കളറിലുള്ള ഒരു ഷോ ബട്ടണാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സൈഡ് ഓപ്പൺ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശവും 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയുള്ള ഒരു കോളറിനൊക്കെ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.